നമസ്കാരം. പരിധിവിട്ട പശ്ചിമേഷ്യൻ സംഘർഷം സമാധാനത്തിലേക്ക്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണ ലോകം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എങ്ങനെയാണ് വെടിനിർത്തൽ സാധ്യമായത്? ഇതിന്റെ വ്യവസ്ഥകൾ ശാശ്വത സമാധാനമുണ്ടാകുമോ എന്നീ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ കരാർ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ ആശ്വാസവും സമാധാനവുമാണ്. സമഗ്രമായി നോക്കാം എല്ലാ വാർത്തകളും. ടോപ് 10-ൽ ആദ്യം തലക്കെട്ടുകൾ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അന്ത്യശാസനവുമായി അമേരിക്ക. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെന്ന് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച് ഇസ്രായേലും ഇറാനും സ്വാഗതം ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ചർച്ചയിലൂടെ പരിഹാരം വേണമെന്ന ആവശ്യം. ഇസ്രായേൽ വ്യോമപാത തുറന്നു. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. മധ്യേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഘട്ടങ്ങളായി തുടങ്ങുമെന്ന് എയർ ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോ. ഇറാനിൽ നിന്ന് 18 മലയാളികൾ ഉൾപ്പെടെ 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. സംസ്ഥാനത്ത് ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അതൃപ്തി പ്രകടിപ്പിച്ച് കോടതി. നിയമനിർമ്മാണം നടത്താതെ മറ്റെന്ത് പോംവഴിയെന്ന് കോടതിയുടെ ചോദ്യം. സംസ്ഥാന സർക്കാർ 3 ആഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് നിർദ്ദേശം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള കരാറിന് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം. കരാർ 2000 കോടി രൂപയുടേത്. മലയാള സാഹിത്യ പ്രതിഭ കവി ഇരയമ്മൻ തമ്പി വളർന്ന ആലപ്പുഴയിലെ കോവിലകം തകർച്ചയുടെ വക്കിൽ. നടുവിലേൽ കോവിലകം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. കോവിലകം അനാഥമായത് സർക്കാരും നിലവിലെ അവകാശികളും തമ്മിലുള്ള കേസിനെ തുടർന്ന്. ബിനോയ് വിശ്വത്തിനെതിരായി ശബ്ദരേഖാ വിവാദത്തിലെ നടപടി താക്കീതിലൊതുക്കി CPI. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദന്റെയും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരന്റെയും മാപ്പപേക്ഷ പാർട്ടി പരിഗണിച്ചു. നിലമ്പൂരിലെ തോൽവി ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം. വോട്ടർമാരോട് നന്ദി പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ. മോദി സ്തുതിയിൽ തരൂരിനെതിരെ സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് AICC എടുക്കുമെന്ന് VD സതീശൻ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളെ സ്തുതിക്കുന്നത് അരോചകമെന്ന് K മുരളീധരൻ. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ലീഡ്സിൽ 371 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിന് വിജയപ്രതീക്ഷ. അവസാന ദിനം ഇംഗ്ലണ്ടിന് വേണ്ടത് 5 വിക്കറ്റ് ബാക്കി നിൽക്കെ 66 റൺസ്. ഫീൽഡിംഗിലെ ഇന്ത്യയുടെ മോശം പ്രകടനത്തിൽ വിമർശനം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി ആശുപത്രി അധികൃതർ. VSനെ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റോറി ഓഫ് ദി ഡേ. തിളക്കത്തോടെ തുളുവിലൊരു കഥ. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായെന്ന റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ ലംഘനത്തിൽ ഇറാനും ഇസ്രായേലിനുമെതിരെ കടുത്ത താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ തെറ്റാകുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാതയും തുറന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനൊടുവിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിനു തൊട്ടു പിന്നാലെ ഇറാൻ ആക്രമണം നടത്തിയെന്നാരോപിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ പ്രതിരോധിച്ചതായും ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ ആക്രമണം നടത്തണമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഉത്തരവിട്ടു. എന്നാൽ ഇസ്രായേലിന്റെ ആരോപണം ഇറാൻ നിഷേധിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രായേലിന്റെ
ഒരു മേഖലയിലേക്കും മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. അതിനിടെയാണ് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വെടിനിർത്തൽ കരാർ ലംഘിക്കരുതെന്നും ഇസ്രയേൽ വീണ്ടും ഇറാനിൽ ബോംബുകൾ ഇടരുതെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ബോംബുകൾ പ്രയോഗിച്ചാൽ വലിയ ലംഘനമാകുമെന്നും പൈലറ്റുമാരെ തിരിച്ചു വിളിക്കണമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെന്നും ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തില്ലെന്നും ട്രംപ് അറിയിച്ചു. അതിനിടെ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളമായ അൽ ഉദൈദ് ആക്രമിക്കേണ്ടി വന്നതിൽ ഇറാൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചതായി ഖത്തർ അറിയിച്ചു. ഖത്തറും യുഎസും തമ്മിലുള്ളത് പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണെന്നും അത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുമെന്നും ഖത്തർ വ്യക്തമാക്കി. ഇറാനും ഇസ്രയേലും സംഘർഷമില്ലാത്ത സൗഹൃദ രാജ്യങ്ങളായി തുടരണമെന്നും ഗൾഫ് രാജ്യങ്ങൾ അതിന് നേതൃത്വം നൽകുമെന്നും ഖത്തർ പറഞ്ഞു. ഇറാന്റെ ആക്രമണത്തിനു പിന്നാലെ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ പ്രതിഷേധം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ടിവി. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ UAE സ്വാഗതം ചെയ്തു. സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ തീരുമാനം സഹായകരമാകുമെന്നും മേഖലയുടെ സ്ഥിരതയ്ക്ക് അനുകൂലമായ അന്തരീക്ഷത്തിന് വെടിനിർത്തൽ കരാർ വഴിയൊരുക്കുമെന്നും UAE പ്രത്യാശ പ്രകടിപ്പിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങളെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഇടപെടലുകളെയും UAE വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. വെടിനിർത്തൽ കരാറിനെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും സ്വാഗതം ചെയ്തു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. 18 മലയാളികൾ ഈ സംഘത്തിലുണ്ട്. ഇന്ന് പുലർച്ചെ 3:30 292 പേരടങ്ങുന്ന ഒരു സംഘവും 8:45 165 പേരടങ്ങുന്ന മറ്റൊരു സംഘവും ഡൽഹിയിലെത്തിയിരുന്നു. 16 മലയാളികളാണ് ഈ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 12 പേർ വിദ്യാർത്ഥികളാണ്. ഇതുവരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2731 ആയി. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. മധ്യേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോയും അറിയിച്ചു. വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് വിമാന കമ്പനികൾ. സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു. പരമാവധി സർവീസുകൾ നാളെയോടെ തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള റദ്ദാക്കിയ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. US-ലേക്കും കാനഡയിലേക്കുമുള്ള പല സർവീസുകളും ഉടൻ പുനരാരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. എന്നാൽ സുരക്ഷിതമല്ലാത്ത വ്യോമപാതകൾ ഒഴിവാക്കുന്നത് തുടരും. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോയും അറിയിച്ചു. ഇറാനിലേക്കുള്ള സർവീസുകൾക്ക് നിയന്ത്രണം തുടരും. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വ്യോമപാത അടച്ചത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെയാകെ ബാധിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടാനുള്ള 17 വിമാന സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള 12 സർവീസുകളും തിരുവനന്തപുരത്ത് നിന്നുമുള്ള 8 വിമാന സർവീസുകളുമാണ് നേരത്തെ റദ്ദാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദുർമന്ത്രവാദവും ആഭിചാരവും തടയാൻ നിയമനിർമ്മാണം നടത്താതെ എന്ത് പോംവഴിയെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപടികൾ അറിയിക്കാൻ നിർദ്ദേശം നൽകി. അന്ധവിശ്വാസ ആചാരങ്ങൾ കുറ്റകരമാക്കണമെന്ന ജസ്റ്റിസ് KT തോമസ് റിപ്പോർട്ടിലെ തുടർ നടപടി ആവശ്യപ്പെട്ട് യുക്തിവാദി സംഘം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിശദീകരണം. സംസ്ഥാനത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മന്ത്രവാദവും കൂടോത്രവും തടയുവാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ശരീരത്തിൽ ആപത്തുണ്ടാക്കുന്ന രീതിയിൽ ആചാരങ്ങളെല്ലാം കുറ്റകൃത്യമാക്കി നിയമപരിഷ്കാര കമ്മീഷൻ സമഗ്ര റിപ്പോർട്ടാണ് 2021 സർക്കാരിന് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്നാണ് സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ 2021 സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് യുക്തിവാദി സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ ഒരുപാട് ജീവൻ പൊലിയുന്നുണ്ടെന്നും ഒരുപാട് പേരുടെ പണവും സ്വർണവും നഷ്ടപ്പെടുന്നുണ്ടെന്നും യുക്തിവാദി സംഘം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താതെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയുവാൻ നിയമനിർമ്മാണം നടത്തുമെന്ന സർക്കാർ വാഗ്ദാനം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. ദൈവവിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിച്ചറിയുവാൻ മാർഗങ്ങളില്ല. വിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ദൈവവിശ്വാസത്തെ പോലും കടന്നു കയറാവുന്ന ഒരു മാർഗരേഖയായിരിക്കാം ഒരുപക്ഷെ സർക്കാർ നിയമം മൂലം ഉണ്ടാക്കുന്നത്. ഈ വിഷയം ഭരണഘടനാ ലംഘനമാവാം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സർക്കാർ ഇതിൽ എന്ത് ചെയ്യുന്നു എന്ന് വിശദീകരണം മാത്രം ചോദിച്ചത്. ഒരാളുടെ വിശ്വാസം അന്ധവിശ്വാസമാണോ അനാചാരമാണോ എന്നുള്ളത് തിരിച്ചറിയുവാൻ
ഒരു മാർഗരേഖ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണം സാധ്യമാവൂ. ഇത് സർക്കാരിന് വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതുവരെ 2021 സമർപ്പിച്ച റിപ്പോർട്ടിൽ മേൽ നടപടിയെടുക്കാതിരുന്നത്. ഏതായാലും ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസവും അനാചാരവും തടയുവാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പുതിയ കരാർ വരുന്നു. 2000 കോടി രൂപയുടേതാണ് കരാർ. അവശ്യഘട്ടങ്ങളിൽ കാലതാമസം ഒഴിവാക്കി സൈന്യത്തിന് ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അഥവാ EP. ഇതുവഴി അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തിന് നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാം. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള 13 കരാറുകൾക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സേനയുടെ ഭാഗമാക്കും. ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റം, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ ലോഞ്ചറുകൾ, മിസൈലുകൾ, വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തരമായി വാങ്ങിക്കുന്നത്. സേനയെ ആധുനികവൽക്കരിക്കുകയും പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ഉൾപ്പെടെ മലയാള സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ കവി ഇരയിമ്മൻ തമ്പി വളർന്ന ആലപ്പുഴയിലെ കോവിലകം തകർച്ചയുടെ വക്കിൽ. കവി കളിച്ചു വളർന്ന ആലപ്പുഴയിലെ നടുവിലേൽ കോവിലകം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും സർക്കാരും നിലവിലെ അവകാശികളും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ് കോവിലകത്തെ ഇന്ന് അനാഥമാക്കുന്നത്. തകർന്നു തുടങ്ങിയ കോവിലകത്തോടൊപ്പം ഭാഷാ ചരിത്രത്തെയും കവിയെയും മലയാളികൾ ഇന്ന് മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇരയിമ്മൻ തമ്പി കളിച്ചു വളർന്ന ആലപ്പുഴയിലെ വാരനാട് നടുവിലേൽ കോവിലകം സംരക്ഷണമില്ലാതെ തകർച്ചയുടെ വക്കിലായിട്ട് വർഷങ്ങളായി. കവി ജനിച്ചു വളർന്ന വീട് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാക്കി മാറ്റിയെങ്കിലും നിലവിൽ കോടതികളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ വികസനങ്ങളിൽ നിന്ന് സർക്കാർ മുഖം തിരിച്ചിരിക്കുകയാണ്. വാരനാട്ട് താരാട്ടുപാട്ടിന്റെ ഇനങ്ങളുമായി പ്രൗഢിയോടെ തലയുയർത്തി നിന്നിരുന്ന ഈ 8 കോവിലകത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് ഇന്ന് ഇവിടെയുള്ളത്. ഇരയിമ്മൻ തമ്പി 14 വയസ്സ് വരെ താമസിച്ചതും വാരനാട് നടുവിലേകം കോവിലകത്തായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. വടക്കേ ഭാഗം ഇടിഞ്ഞു വീണ് പോയിരിക്കുകയാണ്. ഒരു തരത്തിലും റിക്ലെയിം ചെയ്യാത്ത രീതിയിൽ ഇടിഞ്ഞു വീണ് പോയിരിക്കുകയാണ്. കാരണം കോടതിയിൽ അവകാശികൾ കേസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ കോടതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അത് പുരാവസ്തു ഡയറക്ടറെയൊക്കെ സമീപിച്ച് അദ്ദേഹം പറയുന്നത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അവകാശികൾ ചിലർ ഈ ഏറ്റെടുത്ത പ്രോപ്പർട്ടിക്ക് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. അതൊരിക്കലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം 200-ലേറെ സ്മാരകങ്ങൾ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഭൂമി വില കൊടുക്കാൻ പോയ സർക്കാരിന് വേറെ വഴി കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കേസ് ഒന്ന് ഗവൺമെൻറ്റിന് ആയിരക്കണക്കിന് വക്കീലന്മാർ ഹൈക്കോടതിയിലും എല്ലാ കോടതിയിലും ഉണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് മുൻകൈയെടുത്ത സ്റ്റേ നീക്കിയിട്ട് പുരാവസ്തു വകുപ്പിന് ദയയുണ്ടായി ഈ വടക്കേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ വടക്കേ നാലുകെട്ട് പുനരുദ്ധരിക്കേണ്ടതായിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് 2006 കോവിലകവും ഇതിനോട് ചേർന്ന 40 സെന്റ് സ്ഥലവും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണ സ്മാരകമാക്കി മാറ്റിയത്. 2011 കേരള സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ച് കോവിലകത്തിന്റെ ചുറ്റുമതിൽ മാത്രം നിർമ്മിച്ചു. 2017 മന്ത്രി പി തിലോത്തമന്റെ ഇടപെടലിൽ പുരാവസ്തു വകുപ്പിൽ നിന്ന് തുക അനുവദിച്ച് നാലുകെട്ട് പുതുക്കിപ്പണിത് തുടങ്ങിയെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല. വടക്കേ നാലുകെട്ട് ഇപ്പോഴും ജീർണിച്ച് പലയിടത്തും ഇടിഞ്ഞു വീണു. വൈദ്യുതി പോലും വേണ്ടത്ര രീതിയിലില്ല. ഇന്ന് മരപ്പട്ടികളുടെയും വവ്വാലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. 4 പതിറ്റാണ്ട് മുൻപ് രൂപവൽക്കരിച്ച ഇരയിമ്മൻ തമ്പി സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇരയിമ്മൻ തമ്പിയുടെ ജന്മദിനാഘോഷവും അനുസ്മരണ ദിനാചരണവും നടത്തുന്നത്. സർക്കാരും നിലവിലെ അവകാശികളും തമ്മിൽ ഹൈക്കോടതിയിൽ നഷ്ടപരിഹാര തർക്കം നിലനിൽക്കുന്നതും കെട്ടിടത്തിന്റെ നവീകരണത്തിന് തടസ്സം നേരിടാൻ കാരണമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. സ്മാരകത്തിനൊരു ഇതിൻ്റെ അവകാശികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാരകം അവരുടേതാണ് എന്നാണ് അവരിപ്പോഴും കണക്കൂട്ടുന്നത്. അത് ഗൗരവമായ ഗവൺമെൻറ് ഇത് ഹൈക്കോടതിയിൽ നിൽക്കുന്നൊരു കേസിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ കേസ് അവസാനിപ്പിച്ചു പോകുന്നതിന്
അതിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ടവർ, അതായത് പുരാവസ്തു വകുപ്പിന് ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. ആ സർക്കാർ താല്പര്യത്തോടെ സർക്കാർ നടപടി എടുത്തെങ്കിൽ മാത്രമേ. പുരാവസ്തു വകുപ്പിന് 200-ലധികം സ്ഥാപനങ്ങൾ ഈ മാതിരിയിലുണ്ട്. ഇതൊന്ന് നഷ്ടപരിഹാരം കൊടുത്തെടുത്തിരിക്കുന്ന സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് അതിൻ്റെ ധാരാളം പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ് ഈ സ്മാരകം ഇങ്ങനെ കിടന്ന് പൊളിഞ്ഞ് നശിച്ചു പോകുന്നതിനുള്ള അവസ്ഥയുണ്ടാകുക. ഇവിടെ ധാരാളം ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയ ഒരു മനുഷ്യൻ്റെ സ്മാരകമാണ് ഇത് എന്ന് പറയുമ്പോഴത്തേക്കാണ് അവർ അസ്വസ്ഥരായി നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിൽക്കുന്ന ഹൈക്കോടതിയിലുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന ഈ സ്മാരകമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള സ്മാരകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ മുൻഗണന നൽകി ആ കേസ് പരിഹരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള സ്മാരകങ്ങൾക്ക് രക്ഷപ്പെട്ടാൻ പോകുകയും നമ്മുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടുകയും. ഇതൊരു പൈതൃക സംരക്ഷിത പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള പൈതൃക സംരക്ഷിത സ്മാരകമാണ്. അതുകൊണ്ട് തന്നെ അതിന് സംരക്ഷണം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. രേമൻ തമ്പിയുടെ കൃതികളെന്ന് പറയപ്പെടുന്നത് വെറും ഒരു താരാട്ടുപാട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ വെറും ഒരു ആട്ടക്കഥകളിലോ മാത്രമല്ല, രാജവംശ കാലഘട്ടത്തിലെ ചരിത്രം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ചരിത്രമാണ്. ആ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുണ്ടാകാം, വൈദേശികപരമായിട്ട് വന്നവരുടെ ചരിത്രങ്ങളുണ്ട്. ആ കൃതികൾ ഒരു കലാകാരനോ സാഹിത്യകാരനോ അവൻ്റെ സൃഷ്ടിയിലൂടെയാണ് ചരിത്രത്തെ അടയാളപ്പെടുത്തി വെക്കപ്പെടുന്നത്. ഈ അടയാളപ്പെടുത്തി വെക്കുന്നത് പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? വെറും ആ ഒരു പുസ്തകങ്ങളിലൂടെയോ അവരുടെ സംഗീതത്തിലൂടെ മാത്രമല്ല, അവരെവിടെ പിറന്നോ ആ പിറന്ന വസ്തുവും ആ സ്ഥലവും അവരുടെ കൊട്ടാരവും അവർ വസിച്ചിരുന്ന ഇടവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ സംഭാവന ചെയ്തിട്ടുള്ള ചരിത്രമായാലും സംഗീതമായാലും ശാസ്ത്രമായാലും അവയെ അതിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അല്ലാതെ ലൈബ്രറിയിൽ എവിടെയെങ്കിലും 2 പുസ്തകം ഇരിപ്പുണ്ട്, ആരെങ്കിലും അവിടെ വല്ലപ്പോഴും അവിടെ പോയി അത് കാണുക എന്നുള്ളതല്ല. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കോവിലകത്തിന്റെ സംരക്ഷണത്തിന് തടസ്സം നിൽക്കുന്നത് ഈ സർക്കാരും അതുപോലെ തന്നെ നിലവിലെ അവകാശികളും തമ്മിൽ ഹൈക്കോടതിയിൽ ഒരു നഷ്ടപരിഹാര തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ പരിഹാരം കാണാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ഈ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഇതിൻ്റെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലൊരു തടസ്സമായി തന്നെ നിലനിൽക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ഈ നഷ്ടപരിഹാര തുക ലഭിക്കണമെന്നാണ് നിലവിലെ അവകാശികൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസ് നിലവിലുള്ള ഈ അവകാശികൾ കേസ് പിൻവലിക്കുക എന്നത് മാത്രമാണ് ഇതിലുള്ള ഏക പരിഹാര മാർഗം. ഈ കോവിലകത്തേക്ക് ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വേദനാജനകമായ വസ്തുത എന്നുള്ളത്. ഈ രേമൻ തമ്പി സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ഈ ജന്മദിനാഘോഷവും അനുസ്മരണ പരിപാടികൾ ഉൾപ്പെടെ നടക്കുന്ന ഒഴിച്ചാൽ ബാക്കി ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചരിത്ര പ്രാധാന്യമുള്ള അത്ര കണ്ട് മലയാള ഭാഷയെ തന്നെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അത്ര കണ്ട് മലയാള ഭാഷയിൽ പ്രാധാന്യമർഹിക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു ഏട് എന്ന് തന്നെ സൂചിപ്പിക്കാവുന്ന ഈ ഒരു സ്മാരകം അല്ലെങ്കിൽ കോവിലകം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചരിത്രബോധമുള്ള മലയാളികൾക്കെല്ലാം തന്നെ ഉള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഈ സംരക്ഷിത സ്മാരകമായി ഇതിനെ ഏറ്റെടുത്തിരുന്നു, പുരാവസ്തു വകുപ്പ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലുള്ള ഈ കേസാണ് ഇതിനുള്ള ഏക തടസ്സമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ കേസ് പിൻവലിക്കുക എന്നതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമായി നമുക്കുൾപ്പെടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു നിലപാടുണ്ടാകും എന്നാണ് നമുക്ക് കരുതുന്നത്. അത്ര കണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ശബ്ദരേഖാ വിവാദത്തിൽ നേതാക്കൾക്ക് താക്കീത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവാണ് നേതാക്കളായ കമല സദാനന്ദനെയും ദിനകരനെയുമാണ് താക്കീത് ചെയ്തത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കൾ സംസാരിക്കുന്നതാണ് ശബ്ദരേഖയായി പുറത്തു വന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനുമാണ് സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇരുവരോടും സംസ്ഥാന നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം CPM എക്സിക്യൂട്ടീവിലും ചർച്ചയായി. ഇരുവരും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് ക്ഷുഭിതനായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞു. പാർട്ടി വിശദീകരണം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരു നേതാക്കളും നൽകിയ മാപ്പപേക്ഷ കണക്കിലെടുത്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശിക്ഷ താക്കീതിൽ ഒതുക്കിയത്. ശബ്ദരേഖ പുറത്തു വന്നതോടെ താൻ അറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ആദ്യ പ്രതികരണം. CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ശബ്ദരേഖ പുറത്തു വന്നത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് പാർട്ടി വിശദീകരണം ആവശ്യപ്പെടുകയും സംസ്ഥാന എക്സിക്യൂട്ടീവ് താക്കീത് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂരിലെ തോൽവി വർഗീയ ശക്തികൾ ഒരുമിച്ച് നിന്നതിന്റെ ഫലമെന്ന് ആവർത്തിച്ച് CPM. സകല നിറത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ആഹ്ലാദമെന്നാണ് തോൽവിക്ക് ശേഷമുള്ള M. സ്വരാജിന്റെ FB പോസ്റ്റ്. വർഗീയ വോട്ടുകൾ LDFന് വേണ്ട എന്ന പ്രചാരണം ശക്തമാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് CPM തയ്യാറെടുക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങൾ നിലമ്പൂരിലെ തോൽവിയിൽ വിശദമായ വിലയിരുത്തൽ നടത്തും. പാർട്ടിയുടെയും സർക്കാരിന്റെയും എല്ലാ മെഷനറികളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം M. സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടേതല്ല, മറിച്ച് ഇടതുമുന്നണിയുടെ പരാജയമായി തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം PB അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ ഏറ്റവും സമുന്നതരായ നേതാക്കൾക്ക് ഓരോ വാർഡിന്റെയും ബൂത്തിന്റെയും ചുമതലകൾ വീതിച്ചു നൽകിയാണ് തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത്. 4 തവണയാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. ഫലം വന്നപ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിലും സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും അടപടലം തോറ്റു തുന്നമ്പാടി. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് അംഗീകരിക്കാൻ തയ്യാറാകാത്ത നേതാക്കൾ പക്ഷേ വർഗീയ വോട്ടുകൾ ഒരുമിച്ച് നിന്നു മതേതര മുന്നണിയെ തോൽപ്പിച്ചുവെന്ന വിശകലനവും വിശദീകരണവും ഒന്നിനു പുറകെ ഒന്നായി നിരത്തുന്നു. ഏറ്റവും ഒടുവിൽ M. സ്വരാജിന്റെ FB പോസ്റ്റ് മുന്നമിടുന്നത് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടിനെ തന്നെയാണ്. ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ആഹ്ലാദം വേറെയില്ല എന്നാണ് സ്വരാജ് വിമർശിക്കുന്നത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം പുറത്തെടുത്ത് പ്രചാരണ വിഷയമാക്കാനാകും CPMന്റെ നീക്കം. വർഗീയ വോട്ടുകൾ ഒന്നും LDFന് വേണ്ട എന്ന നിലപാട് ഒറ്റക്കെട്ടായി ആവർത്തിച്ച് മുന്നോട്ടു പോകുകയാണ് ഇടതു നേതാക്കൾ. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റന്നാൾ മുതൽ സംസ്ഥാന സമിതിയും ചേരും. നിലമ്പൂരിലെ തോൽവിയിൽ വിശദമായ പഠനവും വിശകലനവും നടത്താൻ പാർട്ടി നിർബന്ധിതമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർമാരോട് നന്ദി പറഞ്ഞ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എത്തി നന്ദി പറഞ്ഞ ഷൗക്കത്ത് താൻ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ആര്യാടൻ ഷൗക്കത്തിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിലായിരുന്നു ഇന്നും നിലമ്പൂർ. തന്നെ അകമഴിഞ്ഞ് സഹായിച്ച വോട്ടർമാരോട് ആര്യാടൻ ഷൗക്കത്ത് നന്ദി പറഞ്ഞു. റോഡ് ഷോ ആയി എല്ലാ പഞ്ചായത്തുകളിലും എത്തിയായിരുന്നു നന്ദി പ്രകാശനം. ചന്തക്കുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി അമരമ്പലത്ത് സമാപിച്ചു. നിയമസഭയുടെ കാലാവധി കുറച്ചു മാസങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും എന്നും നിലമ്പൂരിനോടൊപ്പം താൻ ഉണ്ടാകുമെന്ന് ഷൗക്കത്ത് വോട്ടർമാർക്ക് ഉറപ്പു നൽകി. അവർ നൽകിയ വലിയ വിജയത്തിന് അവരോട് നന്ദി പറയാണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി അവരെ കൂടെ ഞാനുണ്ടാവും. എന്നെ ഒരിക്കലും ഒരു ജനപ്രതിനിധിയായി കാണരുത്, എന്നെ ഒരിക്കലും ഒരു MLA ആയി കാണരുത്, എന്നെ ഒരിക്കലും ഒരു നേതാവായും കാണരുത്. എങ്ങനെയാണോ കഴിഞ്ഞ കാലത്തൊക്കെ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഇവരുടെ ഒരു ബാപ്പുട്ടിയായി കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ടർമാരും വലിയ ആവേശത്തോടെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ UDF തിരിച്ചു പിടിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ കൂടി വിജയമാണ്. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വിജയം ഉറപ്പാക്കാൻ ഇത്തവണ ലീഗ് പ്രവർത്തകരും കൈമൈ മറന്നൊപ്പമുണ്ടായിരുന്നു. നിലമ്പൂരിലെ UDFന്റെ തിളക്കമാർന്ന വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം മുസ്ലിം ലീഗായിരുന്നു. നേരത്തെ പല തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിന് ലഭിക്കാറില്ല എന്ന് UDF ക്യാമ്പിൽ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ലീഗിനെക്കുറിച്ചും തങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളെല്ലാം ലീഗ് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം മുൻകാലങ്ങളിൽ PV അൻവറിനായിരുന്നു അനുകൂലമായി വന്നിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരം ആരോപണങ്ങൾക്ക് ഇടകൊടുക്കാതെ ശക്തമായി ലീഗ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന പ്രവർത്തകരെല്ലാം മണ്ഡലത്തിൽ സജീവമായി. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പ്രചരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നിലമ്പൂരിലെ UDFന്റെ വിജയം ലീഗിനെ സംബന്ധിച്ച് മറ്റു കാരണങ്ങൾ കൊണ്ടും അനിവാര്യമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് 2026 അധികാര പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുടെ ഈ സഹകരണം തന്നെയാണ് ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് പാർട്ടി എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തരൂരിനെ പോലെ മുതിർന്ന നേതാവിനെ കുറിച്ച് താൻ ഒന്നും പറയില്ല, AICC ആണ് നിലപാട് പറയേണ്ടതെന്നും VD സതീശൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞില്ല, നോ കമൻസ് എന്ന് പറഞ്ഞാൽ നോ കമൻസ് ആണ്.
ശശി തരൂർ ഒരു ഞാൻ അവരെക്കുറിച്ചൊന്നും കമൻറ്റ് പറയുന്നില്ല. അവർ എന്നേക്കാൾ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ അവരെക്കാൾ മുതിർന്ന ബോഡി നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. AICC ആണ് അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് പറയേണ്ടത്. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ഒരു കമൻറ്റും ഞാൻ പറയില്ല. അത് പാർട്ടി നേതൃത്വമാണ് എന്താണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ഒരാളെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയില്ല. ഞാനൊരു പാർട്ടി കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു കമൻറ്റും പറയില്ല. ഞാൻ പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. ഞാൻ അതിലൊക്കെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ശശി തരൂരിനെതിരെ വീണ്ടും കെ മുരളീധരൻ. വർക്കിംഗ് കമ്മിറ്റി അംഗം രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമാണ്. നിരന്തരം മോദി സ്തുതി നടത്തുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ദിവസം തരൂർ നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നും പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ശശി തരൂർ വിഷയത്തിൽ നടപടി വേണോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിരന്തരമായി സ്തുതിക്കുന്നത് അത് വളരെ അരോചകമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂരിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നടപടി വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിക്കട്ടെ. ഞങ്ങളേതായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 1% വില നിലമ്പൂരത്തെ ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ലീഡ്സിൽ 371 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് വിജയത്തിനരികെയാണ്. അവസാന ദിനം കളി തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇംഗ്ലണ്ടിന് വേണ്ടത് 5 വിക്കറ്റ് ബാക്കി നിൽക്കെ 38 റൺസ് മാത്രമാണ്. അതേസമയം വിജയിക്കാനാകുമായിരുന്ന മത്സരം കൈവിട്ടത് ഫീൽഡിംഗിലെ ഇന്ത്യയുടെ മോശം പ്രകടനമാണെന്ന് വിമർശനമുയർന്നു. ഇതിനിടയിൽ പെരുമാറ്റച്ചട്ടം ലംഘനം നടത്തിയതിന് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് ICC താക്കീത് നൽകി. അമ്പയറുടെ തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനാണ് നടപടി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ VSന്റെ കുടുംബത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുള്ളതായാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഉച്ചയോടെ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിലാണ് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നതായും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും അറിയിച്ചത്. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന് ചെറിയ തോതിൽ വെന്റിലേറ്ററിന്റെ സഹായവും നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഇന്റൻസീവിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് എന്നിങ്ങനെ വിവിധ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു സംഘമാണ് VS അച്യുതാനന്ദന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളോടും ഡോക്ടർമാരോടും മുഖ്യമന്ത്രി ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ സന്ദർശന വിവരങ്ങൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളുമായി പങ്കുവച്ചില്ല. മുഖ്യമന്ത്രിയെ കൂടാതെ CPMന്റെ പ്രമുഖ നേതാക്കളും ആശുപത്രിയിലെത്തി VSന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടിയന്തരാവസ്ഥയുടെ വാർഷികം സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കണമെന്ന് വൈസ് ചാൻസലർക്ക് ഗവർണറുടെ കത്ത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും വിശദീകരിക്കുന്ന സെമിനാറുകളും യോഗങ്ങളും നാടകങ്ങളും സർവകലാശാലകൾ സംഘടിപ്പിക്കണമെന്നും ഗവർണർ നിർദ്ദേശിക്കുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ വാർഷിക ദിനമാണ് ജൂൺ 25. അന്നേ ദിവസം സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കണമെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് എല്ലാ VCമാർക്കും ഗവർണർ കത്തയച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം, രാജ്യത്തുണ്ടായ അക്രമങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കുന്ന സെമിനാറുകളും യോഗങ്ങളും കവിതകളും നാടകങ്ങളും സംഘടിപ്പിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ധീരമായി പോരാടിയവർക്ക് ആദരമർപ്പിക്കാൻ ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗവർണർ VCമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുന്നതിനെ എതിർത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനോടകം രംഗത്തുണ്ട്. അതിനു പിന്നാലെയാണ് കേരള ഗവർണർ സർവകലാശാലകളിൽ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചിത്രമെടുക്കുന്നതിനും വിലക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്ഭവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കാർഷിക സർവകലാശാല അറിയിച്ചു. ഈ മാസം 26 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിലാണ് ബിരുദദാന ചടങ്ങ്. കൃഷിമന്ത്രി പി പ്രസാദും ചടങ്ങിൽ പങ്കെടുക്കും. ഭാരതാംബ വിവാദത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന വേദി കൂടിയാണിത്. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കം. കൂടിക്കാഴ്ച വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഊർജ്ജം പകർന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം മോദി ഗാന്ധിജിയുടെ പ്രതീകമെന്നും മതഭേദങ്ങൾക്കപ്പുറത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കാണുന്നുവെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഊർജ്ജം പകർന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ ഇതിഹാസം ഓർമ്മപ്പെടുത്തുന്ന ദിവസമെന്നും മോദി പറഞ്ഞു. ये परिसर देश के इतिहास की एक अभूतपूर्व घटना को याद करने का साक्षी बन रहा है. श्री नारायण गुरु का मंत्र था ओरु जाति ओरु मतम ओरु देवम मनुष्यनु. അതേസമയം മോദി ഗാന്ധിജിയുടെ പ്രതീകമെന്നും മതഭേദങ്ങൾക്കപ്പുറത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കാണുന്നുവെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. മഠത്തോട് ഏറെ ആഭിമുഖ്യം അദ്ദേഹം പുലർത്തുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ കൂട്ടിച്ചേർത്തു. ആഘോഷ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും കാണിക്കുന്ന ആഭിമുഖ്യം എത്ര വലുതാണ് എന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹം ആദ്യമായി ശിവഗിരിയിൽ വരുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ 2013 അന്ന് ശിവഗിരിയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം യാതൊരു നോട്ടും കൂടാതെ 1 മണിക്കൂർ നേരം ചെയ്ത പ്രസംഗം ഞങ്ങളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ സംഭവമാണ്. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും 1925 ശിവഗിരിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.